ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം കീഴാറ്റിങ്ങലാണ് നിൽക്കുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസിലെ വാമനപുരം നദിക്ക് കുറുകെ വരുന്ന പാലത്തിലെ നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നിർമ്മാണമൊക്കെ ഏതുവരെ ആയെന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ കുറേ ഗഡറുകൾ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഒരു സൈഡിൽ 1, 2, 3, 4 പിയറിലായിട്ടാണ് പാലം വരുന്നത്. രണ്ട് സൈഡിലും കൂടി 8 പിയറിലായിട്ടാണ് പാലം വരുന്നത്. പാലത്തിൻ്റെ നിർമ്മാണം, പിയറിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിൽ ഗഡറുകൾ സ്ഥാപിക്കുകയാണ് അടുത്ത വർക്ക്. അപ്പോൾ ഈ പുഴയിലേക്ക് മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അത് ക്രെയിൻ വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേളിൽ ഗഡറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പുഴയുടെ, ഇപ്പം നമ്മൾ പോകുന്നതൊക്കെ പുഴയുടെ ഭാഗമാണ്. ആ ഭാഗത്തൊക്കെ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പം പുഴയുടെ ഏകദേശം സെൻറ്ററിലായി ഇവിടെ എല്ലാം മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. അപ്പുറത്തെ ഭാഗത്ത് മണ്ണിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇതേപോലെ മണ്ണിട്ട് നികത്തിയിട്ടാണ് ഇതേപോലെ ഗഡറുകൾ അതിൻ്റെ മേടി സ്ഥാപിച്ചത്. അതിനുശേഷം അവിടെ ക്ലിയർ ചെയ്തിട്ട് വെള്ളം അതുവഴി ഒഴുക്കി വിട്ടിട്ട് ഈ ഭാഗത്തെല്ലാം മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിൻ്റെ മേളിൽ ഒരു സൈഡ് 2, 4, 5, 10, ഇനി ഇവിടെ 10 എണ്ണം വരാണ്ട് ഗഡർ, അതിനപ്പുറത്തും 10 എണ്ണം വരാണ്ട് 20 ഗഡറുകൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. വലിയൊരു പാലമാണ് കേട്ടോ. ഇത്രയും നീളം വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. 2, 4, 1, 2, 3, 4 പേർ. ഇനി ഇതേപോലെ ഗഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം, അതേപോലെ ഗഡറുകൾ സ്ഥാപിച്ചതിന് ശേഷം ഈ പുഴയിൽ കിടക്കുന്ന ഈ മണ്ണെല്ലാം കോരി അവർ മാറ്റും. പുഴ പഴയതുപോലെ ആക്കും. ഇപ്പോൾ ഏകദേശം ഇങ്ങനെയാണ്. പുഴയുടെ 40% മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. ഈ മണ്ണിട്ട് നികത്തിയിട്ട് കുറേ നാളായി. ഇതുവഴി ക്രെയിൻ കയറി വന്നു കഴിഞ്ഞാൽ ഗഡറിന് തന്നെ ഒടുക്കത്തെ വെയിറ്റാണ്. അപ്പോൾ ക്രെയിൻ താഴ്ന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മഴയൊക്കെ തോന്നുന്നു നല്ല രീതിയിൽ ഉറച്ചതിന് ശേഷം ആയിരിക്കും ഈ ഗഡറുകൾ സ്ഥാപിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നടക്കുന്നത് ഈ പുഴയുടെ ഏകദേശം സെൻട്രലായിട്ടാണ്. ഇവിടെ നിറച്ച് മണ്ണിട്ട്, എന്തോരം മണ്ണ് എത്തിയിട്ട് അല്ലേ. നല്ല ഒഴുക്കുള്ള പുഴയാണ്. അണ്ട് ഇതേപോലെ 10 ഗഡറുകൾ ഇനി ഇവിടെ വരും, അതേപോലെ അപ്പുറത്തും വരും. അടിപൊളി. ഇത്രയും വീതിയുള്ള പുഴയായിരുന്നു ഇത്. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇറങ്ങപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പുഴയുടെ വലിപ്പം മനസ്സിലാകുന്നത് കേട്ടോ. അടിപൊളി. ഇനി ഈ ക്രോസ് ഗഡറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഈ 2 ഗഡറും തമ്മിൽ ക്രോസ് ചെയ്യുന്ന. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. ഈ സ്ഥലം അടിപൊളി രസമാണല്ലേ. എൻ്റെ ബൈക്ക് ഇരിക്കുന്നുണ്ടോ. ഈ തൂണൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബൈക്ക് ചിനിയുള്ളൂ.